നിങ്ങളുടെ ക്ലാസ്സിലും ഒരു സ്റ്റുഡൻ്റ് ആണ് എല്ലാ മാത്സ് എക്സാമിലും നല്ല മാർക്ക് വാങ്ങുന്നത്. അവൻ അങ്ങനെയായിട്ട് പഠിക്കുന്നതായിട്ട് തോന്നില്ല. അതുപോലെ തന്നെ മാത്സ് എക്സാമിൽ അവന് ടെൻഷനുമില്ല. പക്ഷേ അവൻ്റെ മാർക്ക് വരുമ്പോൾ ആ മാർക്സ് എല്ലാവരെയും ഞെട്ടിക്കും. ഇത് കേട്ട് ചിലർ ചിന്തിക്കും, ഇവൻ ജീനിയസ് ആണോ, എനിക്കെന്താ ഇങ്ങനെ സാധിക്കാത്തത്? ബട്ട് റിസർച്ചുകൾ പറയുന്നത് മിക്ക ടോപ്പേഴ്സും മറ്റുള്ളവരെക്കാൾ കൂടുതൽ നേരം പഠിക്കുന്നവരല്ല, അവർ സ്മാർട്ടായി പഠിക്കുന്നവരാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് ഈസിയായി പഠിക്കാൻ ടോപ്പേഴ്സ് ഉപയോഗിക്കുന്ന 5 പവർഫുൾ ടിപ്സിനെ പറ്റിയിട്ടാണ്. ഇതിൽ മിക്കതും നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. സോ വാച്ച് ദിസ് ടിൽ ദ എൻഡ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു പ്രൈം ഫോക്കസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ ലെറ്റ്സ് ലോക്ക് ഇൻ. ടെക്നിക് നമ്പർ 1, CRA മെത്തേഡ് അഥവാ കോൺക്രീറ്റ് റെപ്രസെന്റേഷണൽ അബ്സ്ട്രാക്ട്. ഇത് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നാം, ബട്ട് ഇത് സിമ്പിൾ ആണ്. ഒരു കുട്ടിയെ മാത്സ് പഠിപ്പിക്കണമെന്ന് വിചാരിക്കുക. ഫസ്റ്റ് തന്നെ അവന്റെ അടുത്ത് ചെന്നിട്ട് 2+3 എത്ര ആണെന്ന് ചോദിച്ചാൽ അവനൊന്നും മനസ്സിലാവില്ല. പകരം ഇടത്തെ കയ്യിൽ 2 പേനയും വലത്തെ കയ്യിൽ 3 പേനയും വെച്ചതിന് ശേഷം രണ്ടും കൂടെ ചേരുമ്പോൾ എത്ര പേനയുണ്ടെന്ന് ചോദിച്ചാൽ അവന് എളുപ്പത്തിൽ പറയാൻ പറ്റും 5. ദാറ്റ്സ് കോൾഡ് CRA മെത്തേഡ്, കോൺക്രീറ്റ് റെപ്രസെന്റേഷണൽ അബ്സ്ട്രാക്ട്. ആദ്യം യഥാർത്ഥ വസ്തുക്കൾ, പിന്നെ ചിത്രങ്ങൾ, അതിനുശേഷം മാത്രം ഫോർമുലാസ്. ഫോർ എക്സാമ്പിൾ, പെർസെന്റേജ് പഠിക്കുമ്പോൾ ഡിസ്കൗണ്ടിനെ പറ്റി ഓർക്കുക, ജിയോമെട്രി പഠിക്കുമ്പോൾ ഷേപ്സിനെ പറ്റി ഓർക്കുക, ഗ്രാഫ് പഠിക്കുമ്പോൾ അതൊരു മാപ്പ് പോലെ ചിത്രീകരിക്കുക. മിക്ക സ്റ്റുഡൻസും ഫോർമുല മാത്രം മനഃപ്പാഠമാക്കാൻ നോക്കും. ബട്ട് ടോപ്പേഴ്സ് ഫസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കും. കൺസെപ്റ്റ് മനസ്സിലായാൽ ഫോർമുല സ്വാഭാവികമായി ഓർമ്മ വരും. ടെക്നിക് നമ്പർ 2, ലെയ്റ്റ്നർ ഫ്ലാഷ് കാർഡ് സിസ്റ്റം. നിങ്ങളൊരു ഫോർമുല പഠിക്കുന്നു, പിറ്റേ ദിവസം അത് മറക്കുന്നു, വീണ്ടും പഠിക്കുന്നു, വീണ്ടും മറക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം നമ്മുടെ ബ്രെയിൻ എല്ലാ വിവരങ്ങൾക്കും ഒരേ ഇമ്പോർട്ടൻസ് നൽകുന്നില്ല. ഇവിടെയാണ് ലെയ്റ്റ്നർ ഫ്ലാഷ് കാർഡ് സിസ്റ്റം സഹായിക്കുന്നത്. ചെറിയ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുക. ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ മാത്രം, മറുഭാഗത്ത് ആൻസർ അല്ലെങ്കിൽ ഫോർമുല. ശേഷം അതിനെ 3 ബോക്സുകളായിട്ട് തിരിക്കുക. ഒന്നാമത്തെ ബോക്സ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളവ, രണ്ടാമത്തെ ബോക്സ് മീഡിയം ആയിട്ടുള്ളത്, മൂന്നാമത്തെ ബോക്സ് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നവ. ഫസ്റ്റ് നിങ്ങൾ ആ ഫ്ലാഷ് കാർഡിൽ എഴുതിയ ക്വസ്റ്റ്യന്റെ ആൻസർ വേറൊരു പേപ്പറിൽ കാണാതെ എഴുതുക. നിങ്ങൾക്ക് എവിടെയൊക്കെ തെറ്റ് വന്നോ അവിടെ ആ ഫ്ലാഷ് കാർഡിന് അപ്പുറത്തുള്ള ആ ക്വസ്റ്റ്യന്റെ ആൻസറിൽ നോക്കി തിരുത്തുക. എന്നിട്ട് ഇതുപോലെ ഒരു 3 ദിവസത്തിന് ശേഷം ഒന്നും കൂടെ നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് തെറ്റിയെങ്കിൽ ബോക്സ് നമ്പർ 1. ഇങ്ങനെ ബ്രെയിൻ മറക്കുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാകാത്തതെന്നും ഏതൊക്കെയാണ് ഇനിയും പഠിക്കേണ്ടതെന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ടെക്നിക് നമ്പർ 3, ബാക്ക്വേർഡ് ചെയിനിങ്. ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്നുണ്ട്, ബട്ട് നോക്കുമ്പോഴോ ശരിക്കും ഇക്വേഷൻസ്, വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലാകുന്നില്ല. ഇവിടെയാണ് പല സ്റ്റുഡൻസും കൈവിടുന്നത്. ബട്ട് ടോപ്പേഴ്സ് വേറൊരു സമീപനമാണ് ഉപയോഗിക്കുന്നത്, ബാക്ക്വേർഡ് ചെയിനിങ്. ക്വസ്റ്റ്യന്റെ മുന്നിൽ നിന്നല്ല, പുറകിൽ നിന്ന്. അവസാനത്തെ ആ ആൻസർ കിട്ടാൻ ഇതിനു മുമ്പ് ഉപയോഗിക്കേണ്ട സ്റ്റെപ്പ് ഏതാണ്, അത് കിട്ടാൻ ഇതിനു മുമ്പ് ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഏതാണ്, അങ്ങനെ റിവേഴ്സ് ആയി പോകും. പെട്ടെന്ന് തന്നെ ആ ക്വസ്റ്റ്യൻ ചെറിയ ചെറിയ ഭാഗങ്ങളായി മാറും. ഇതുവഴി കോൺഫിഡൻസ് കൂടുകയും പേടി കുറയുകയും ചെയ്യും. സോ നിങ്ങൾക്ക് നല്ലതുപോലെ പെർഫോം ചെയ്യാനും സാധിക്കും. ടെക്നിക് നമ്പർ 4, ഡ്യുവൽ കോഡിംഗ്. ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. പക്ഷെ ആ വ്യക്തിയുടെ മുഖം ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് ഓർമ്മയുണ്ട്. കാരണം ബ്രെയിൻ പിക്ചേഴ്സിനെ ശക്തമായി ഓർക്കുന്നു. ഇത് തന്നെയാണ് ഡ്യുവൽ കോഡിംഗ് ടെക്നിക്സ്. മാത്സ് പഠിക്കുമ്പോൾ വേർഡ്സ് മാത്രം യൂസ് ചെയ്യരുത്, ഡയഗ്രാംസും പിക്ചേഴ്സും യൂസ് ചെയ്യുക. ഒരു തിയറം പഠിക്കുകയാണെങ്കിൽ ഡയഗ്രാംസ് വരച്ച് പഠിക്കുക. ഒരു ഗ്രാഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഗ്രാഫ് വരച്ച് തന്നെ പഠിക്കുക. ആൽജിബ്ര ആണെങ്കിൽ ഫ്ലോ ആരോസ് ഉപയോഗിക്കുക. ബ്രെയിനിന് പിക്ചേഴ്സ് ആൻഡ് ഡയഗ്രാംസ് വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ തന്നെ പഠനവും പവർഫുൾ ആണ്. ടെക്നിക് നമ്പർ 5, ദ 3 പാസ് എക്സാം മെത്തേഡ്. ഇത് എക്സാംസിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഫസ്റ്റ് പാസ്, നിങ്ങൾക്ക് 100% അറിയാവുന്ന ക്വസ്റ്റ്യൻസ്, അതിന് ഒട്ടും സമയം കളയരുത്. സെക്കൻഡ് പാസ്, വഴി അറിയാമെങ്കിലും കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ആൻഡ് തേർഡ് പാസ്, നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ്, അത് അവസാനം ചെയ്യുക. ഇതിന്റെ യൂസ് എന്താണ്? നിങ്ങൾക്ക് നേരത്തെ തന്നെ മാർക്ക് ഉറപ്പിക്കാം, കോൺഫിഡൻസ് കൂടും, ടെൻഷൻ കുറയും,
ടൈം മാനേജ് ചെയ്യാനും കഴിയും. മിക്ക ടോപ്പേഴ്സും അവർ പോലും അറിയാതെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാത്സ് പഠിക്കാൻ ടോപ്പേഴ്സ് ഉപയോഗിക്കുന്ന 5 പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്സിനെ പറ്റിയിട്ടാണ്. നമ്പർ 1 CRA മെത്തേഡ്, നമ്പർ 2 ലേറ്റ്നർ ഫ്ലാഷ് കാർഡ് സിസ്റ്റം, നമ്പർ 3 ബാക്ക്വേർഡ് ചെയിനിങ്, നമ്പർ 4 ഡ്യുവൽ കോഡിംഗ് ആൻഡ് നമ്പർ 5 3 പാസ് എക്സാം സ്ട്രാറ്റജി. ഈ 5 പവർഫുൾ ടെക്നിക്സ് മാത്സ് പഠിക്കാൻ വളരെയധികം എഫക്റ്റീവ് ആയവയാണ്. റിമെമ്പർ, മാത്സിൽ വിജയിക്കുന്ന സ്റ്റുഡൻസ് കൂടുതൽ നേരം പഠിക്കുന്നവരല്ല, ബട്ട് അവർ സ്മാർട്ടായി പഠിക്കുന്നവരാണ്. സോ ഈ 5 ടെക്നിക്സിൽ ഏതാണ് നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്? കമന്റ് ചെയ്യൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ. ഹാവ് എ നൈസ് ഡേ.